SS രാജമൗലി സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രമാണ് ബാഹുബലി. ബാഹുബലിയുടെ തുടർച്ചയായ ബാഹുബലി ബിഫോർ ദി ബിഗിനിംഗ് എന്ന വെബ് സീരീസിന്റെ പ്രഖ്യാപനവും വലിയ ശ്രദ്ധ നേടിയിരുന്നു. ആനന്ദ് നീലകണ്ഠന്റെ നോവലുകളായ ദി റൈസ് ഓഫ് ശിവകാമി, ചതുരംഗ, ക്യൂൻ ഓഫ് മഹിഷ്മതി എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ സീരീസ് ഒരുക്കാനിരുന്നത്. 2018 സീരീസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് വിവരമൊന്നും തന്നെ പുറത്തുവന്നില്ല. ഇപ്പോഴിതാ സീരീസിൽ സത്യരാജ് അവതരിപ്പിച്ച കട്ടപ്പയുടെ ചെറുപ്പകാലം ചെയ്യാൻ തന്നെ അണിയറ പ്രവർത്തകർ സമീപിച്ചിരുന്നു എന്ന് പറയുകയാണ് നടനും റാപ്പറുമായ നീരജ് മാധവ്. നെറ്റ്ഫ്ലിക്സ് ആ പ്രോജക്ട് ക്യാൻസൽ ചെയ്തുവെന്ന് തോന്നുന്നുവെന്നും നീരജ് മാധവ് കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിലാണ് നടന്റെ പ്രതികരണം. ബാഹുബലിയുടെ ഒരു പ്രീക്വൽ പ്ലാൻ ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആ പ്രോജക്ട് ക്യാൻസൽ ചെയ്തുവെന്നാണ് തോന്നുന്നത്. അതിൽ കട്ടപ്പയുടെ ചെറുപ്പകാലം ചെയ്യാൻ വേണ്ടി എന്നെ സമീപിച്ചിരുന്നു. ഒരു യങ് കട്ടപ്പ, മാർഷൽ ആർട്സും പരിപാടിയുമൊക്കെയായിട്ട്. പക്ഷേ എന്തോ ആ പ്രോജക്റ്റ് നടന്നില്ല. രാജമൗലി സാർ റൈറ്റ്സ് കൊടുത്തിട്ട് വേറെ ആളുകളായിരുന്നു പ്രീക്വൽ ചെയ്യാനിരുന്നതെന്നും നീരജ് മാധവ് പറയുന്നു. അതേസമയം 80 കോടി ചിലവിൽ 2 വർഷത്തോളം ചിത്രീകരിച്ചുവെങ്കിലും പ്രിവ്യൂ കണ്ട ശേഷം നെറ്റ്ഫ്ലിക്സ് സീരീസ് ഉപേക്ഷിച്ചുവെന്നും പരമ്പരയിൽ താൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുവെന്നും നടൻ വിജയ് ആനന്ദ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.